അതെ, കേരളത്തിൽ ജനങ്ങൾ ഒന്നിക്കുന്നത് ഇവരിഷ്ടപ്പെടുന്നില്ല. കേരളത്തിൽ മതവർഗീയ കലാപമില്ലാത്തത് ഇവരിഷ്ടപ്പെടുന്നില്ല. കേരളത്തിൽ എന്ത് വിഷയത്തിലും മതസാമുദായിക ധ്രുവീകരണത്തിനുള്ള ശ്രമം ആരെങ്കിലും നടത്താൻ ശ്രമിച്ചാൽ അതിനെ ചെറുക്കുന്നതിൽ ഇവരിഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിനെ തകർക്കണം. അപ്പോൾ കേരളത്തിൻ്റെ മോഡൽ തകർക്കുക, അത് ഇന്ത്യക്ക് മുമ്പാകെ കേരളത്തെ വളരെ മോശമായി അവതരിപ്പിക്കുക, കേരളം എന്തോ ഒരു കുഴപ്പം പിടിച്ച നാടാണ് എന്ന് വരുത്തി തീർക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേരള സ്റ്റോറി. ഞാനൊന്ന് നിങ്ങൾ ചോദ്യം ചോദിക്കുക, നിങ്ങളെ പൂർത്തീകരിക്കാൻ വയ്യ. അതെ, നേരത്തെ ക്രൈസ്തവ സഭകളുണ്ടായിരുന്നു. ഈ കേരള സ്റ്റോറി ഉൾപ്പെടെ പ്രദർശിപ്പിക്കാൻ അനുമതി തേടിയാൽ അല്ല, കേരള സ്റ്റോറി നിങ്ങൾ ഒന്നെങ്കിൽ സ്വകാര്യം, രണ്ടാളും ഉറപ്പിച്ച് പറയുക. രണ്ടാൾ അങ്ങോട്ട് ആലോചിച്ച് ചോദിക്കും. ഒരാളൊന്ന് ചോദിക്കും, വേറെ ആൾ ഒറ്റക്കൊറ്റയ്ക്ക് ചോദിച്ചോ, പ്രശ്നമില്ല. കേരള സ്റ്റോറി സെയിമാണ് വരുന്നത്. കേരള സ്റ്റോറി കേരളത്തിൻ്റെ മതസാഹോദര്യത്തെ തകർക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനിപ്പോൾ അവാർഡ് കൊടുത്തത് കൂലി കൊടുത്താണ്. ഇവിടെ മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ മോഡൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മതവർഗീയതയോ ഒരു മത തീവ്രവാദത്തെയോ കേരളത്തിലെ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. എല്ലാവരും എല്ലാ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നവരാണ്. അതാണ് കേരളത്തിൻ്റെ സ്റ്റോറി. ഈ സ്റ്റോറി സംഘപരിവാർ സ്റ്റോറിയാണ്. ഈ സ്റ്റോറി മതവർഗീയവാദികളുടെ സ്റ്റോറിയാണ്. ഈ സ്റ്റോറി മനുഷ്യരുടെ ഐക്യം തകർക്കാനുള്ള സ്റ്റോറിയാണ്. മനുഷ്യരുടെ ഐക്യം തകർക്കാനുള്ള ഒരു സ്റ്റോറിക്ക് ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അവാർഡ് നൽകുന്നത് മനുഷ്യത്വപരമല്ല. അത് തെറ്റായ നിലപാടാണ്. അത് നിഷ്പക്ഷതയ്ക്ക് കോട്ടം തട്ടുന്ന നിലയിലേക്കാണ് ഈ അവാർഡ് മാറിയിട്ടുള്ളത്. ഇത് എല്ലാവരോടും തുറന്നു പറയുന്നത് ഞങ്ങൾക്കൊരു മടിയില്ല, ഞങ്ങളെ പറയൂ.